എല്ലാ കൂട്ടുകാർക്കും കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൈപ്പക്കയുടെ കയ്പ്പ് കുറയ്ക്കാനായിട്ടുള്ള ഒരു പൊടിക്കൈയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതായത് നമുക്ക് പാവയ്ക്ക നന്നായി കഴുകി ഉപ്പുവെള്ളത്തിലൊക്കെ കുറച്ച് നേരം ഇട്ട് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലൊക്കെ നന്നായിട്ട് കീടനാശിനി തളിച്ചിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയാലൊന്നും ഇതിൻ്റെ പുറത്തൊക്കെ അടിച്ചു വെക്കുന്ന കീടനാശിനികളൊന്നും പോവില്ല. അപ്പോൾ പച്ചക്കറികൾ ഏതായാലും കുറച്ച് മുന്നേ തന്നെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക. അത് ഏത് പച്ചക്കറി ആയാലും അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് മുറിച്ച് അരിഞ്ഞെടുക്കാം. കൈപ്പയ്ക്കയുടെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടൊരു എളുപ്പ വഴി, കൈപ്പയ്ക്ക മുറിക്കുമ്പം നെടുകെ ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കുക. നീളത്തിൽ മുറിച്ചതിന് ശേഷം ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ചുരണ്ടിയെടുക്കുക. അപ്പോൾ അതിനുള്ളിലുള്ള കുരുവും നമുക്ക് വേണ്ടാത്ത വേസ്റ്റൊക്കെ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാൻ പറ്റും. പാവയ്ക്കയുടെയും ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേഗം തന്നെ അരിഞ്ഞെടുക്കാം. ഇനി അരിഞ്ഞു വെച്ച കൈപ്പയ്ക്കയുടെ കഷ്ണങ്ങളൊക്കെ നമുക്ക് കുറച്ച് വലിയ പാത്രത്തിലേക്ക് എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് വിതറി കൊടുക്കാം. നന്നായിട്ട് എല്ലായിടും എത്തുന്ന പോലെ നന്നായിട്ട് വിതറി കൊടുക്കുക. വിതറിയതിന് ശേഷം നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഇതിൽ നന്നായിട്ട് പിടിക്കണം. കൈപ്പയുടെ എല്ലാം നന്നായിട്ട് പിടിക്കണ പോലെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്നത് 10-20 മിനിറ്റ് നീക്കി വയ്ക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ശേഷമുള്ളതാണ്. ഇപ്പോൾ നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ പാവയ്ക്കയുടെ ഉള്ളിലുള്ള നീരൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. ഇത് നമ്മൾ കൈവച്ച് നീക്കി നോക്കുമ്പോൾ നമുക്ക് കാണാം കുറച്ച് നീരുണ്ടാവും. ഇനി ഇതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. ഈ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് 2-3 പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയെടുത്ത് കഴിഞ്ഞ് ഇതിലെ വെള്ളം വാലാനായിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈപ്പയ്ക്കയുടെ കയ്പ്പ് നമുക്ക് നന്നായിട്ട് കയ്പ്പ് ദിവസം നന്നായിട്ട് കുറഞ്ഞ് കിട്ടും. ഞാനിത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മുളക് പൊടി ഇട്ട് വാട്ടിയെടുക്കുക ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ കയ്പ്പ് കുറച്ചുകൂടെ കുറച്ച് കിട്ടാനായിട്ട് നല്ല പഴുത്തൊരു തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പം ഇതിൻ്റെ കയ്പ്പും പുളിയുടെ ബാലൻസ് ചെയ്യുന്ന കാരണം നന്നായിട്ട് കയ്പ്പ് രസം കുറഞ്ഞു കിട്ടും. പിന്നെ എണ്ണ ഒരുപാട് നമുക്ക് വേണം അങ്ങനെ വാട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ അത് എണ്ണയുടെ അളവ് കുറയ്ക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇത് ആവി കയറ്റി കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടും. വെന്ത് കിട്ടിയതിന് ശേഷം നമ്മൾ വാട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയുടെ അളവ് നന്നായിട്ട് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ പൊടിക്കൈകൾ. അതുപോലെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം ഉപ്പിട്ട് തിരുമ്മി വെച്ച കാരണം ഇതിലൊക്കെ ഉപ്പ് ഉണ്ടാവും കഷ്ണങ്ങളിലൊക്കെ. അത് കാരണം അത് ഉപ്പ് നോക്കിയിട്ട് മാത്രം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.